ക്വാണ്ടിറ്റി സർവേൻ്റെ കണ്ടിന്യൂഷനാണിത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ക്വാണ്ടിറ്റി സർവേ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ഒരു ക്വാണ്ടിറ്റി സർവേയർ എന്താണെന്ന് നോക്കി. പിന്നെ ക്വാണ്ടിറ്റി സർവേയുടെ ഡ്യൂട്ടീസ് നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ എസ്റ്റിമേറ്റ് എന്താണെന്ന് നോക്കി. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്ത് ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ് ആയിരുന്നു. ജസ്റ്റ് എല്ലാ പേരുകളും നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് രണ്ട് ടൈപ്പ് എസ്റ്റിമേറ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഇനി ഈ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിമൈനിങ് ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റും പിന്നെ കുറച്ച് പ്രോബ്ലംസും ഒക്കെയാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇതൊരു ടൈപ്പ് ഓഫ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് തന്നെയാണ്. ഇത് നമ്മൾ എപ്പോഴാണ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പം ആക്ച്വലി ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തു, നമ്മൾ സാങ്ഷനൊക്കെ വാങ്ങി. നമുക്കിപ്പം ഒരു പെർട്ടിക്കുലർ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് ഇപ്പം ഗവൺമെൻറ് വർക്കൊക്കെ ആണെങ്കിൽ പല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സാങ്ഷനൊക്കെ വാങ്ങിക്കാനുണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ സാങ്ഷൻ വാങ്ങിച്ച് എടുത്ത ഒരു എസ്റ്റിമേറ്റ്, നമ്മൾ സാങ്ഷൻ വാങ്ങിച്ചെടുത്ത എസ്റ്റിമേറ്റിൻ്റെ വാല്യൂവിനേക്കാളും ഒരു 10% വേരിയേഷൻ ഉണ്ടാവുകയാണെങ്കിൽ, ആക്ച്വലി 10% വേരിയേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും റിവൈസ് ചെയ്ത ക്വാണ്ടിറ്റിക്കുള്ള എസ്റ്റിമേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതാണ് നമ്മൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഒരു കേസ്. ഈ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട വരുന്ന ഒരു സിറ്റുവേഷൻ ഇതാണ്. ഈ നെക്സ്റ്റ് സിറ്റുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ when the estimated cost exceeds by more than 15% during execution due to increase in material cost, labor cost or any alteration in work. അതായത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത കോസ്റ്റിനേക്കാളും 15% എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് കൂടിയിട്ടുണ്ടെങ്കിൽ, അത് ചിലപ്പം എന്തുകൊണ്ടാവും? മെറ്റീരിയലിൻ്റെ നമ്മൾ എസ്റ്റിമേഷൻ ഇടുമ്പോൾ ഉണ്ടാവുന്ന മെറ്റീരിയലിൻ്റെ റേറ്റിൽ നിന്ന് ആക്ച്വലി എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ മെറ്റീരിയലിൻ്റെ റേറ്റിന് വേരിയേഷൻ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള വേരിയേഷൻ കാരണമോ അല്ലെങ്കിൽ ലേബർ കോസ്റ്റിൻ്റെ വേരിയേഷൻ കാരണമോ ടോട്ടൽ ഒരു 15% ഈ ടോട്ടൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത എമൗണ്ടിനേക്കാളും വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണം. നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, when the sanctioned estimate is more than the actual requirements. ആക്ച്വൽ റിക്വയർമെൻറ്റിനേക്കാളും കൂടുതലാണ് സാങ്ഷൻ്റെ എസ്റ്റിമേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണം. ഇതാണ് 3 കണ്ടീഷൻസ് അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് നമ്മളിത് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട സിറ്റുവേഷൻസ്. ഇനി നമ്മളൊരു റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സിറ്റുവേഷനിൽ നമ്മളൊരു കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും കൂടെ ഈ എസ്റ്റിമേറ്റിൻ്റെ കൂടെ വെക്കണം. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആക്ച്വലി നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ എസ്റ്റിമേറ്റും ഇപ്പം നമ്മൾ റിവൈസ് ചെയ്ത എസ്റ്റിമേറ്റും തമ്മിലുള്ള എത്രമാത്രം വേരിയേഷൻ ഉണ്ട്, അത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ചെയ്തിട്ട് നമ്മളൊരു സമപ്പ് ചെയ്ത് എഴുതുന്നതിനാണ് നമ്മൾ ഒരു കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത്രയാണ് ഒരു റിവൈസ്ഡ് എസ്റ്റിമേറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അതായത് ആക്ച്വലി ഇതൊരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് തന്നെയാണ്, പക്ഷേ നമ്മളുടെ നേരത്തെ ഉണ്ടാക്കിയ എസ്റ്റിമേറ്റിൽ നിന്ന് certain കണ്ടീഷൻസ് അനുസരിച്ച് വേരിയേഷൻ വരുമ്പോൾ നമ്മൾ ആ വേരിയേഷൻ വന്ന ക്വാണ്ടിറ്റിക്ക് നമ്മൾ എന്ത് ചെയ്യാം? വീണ്ടും എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ് ആണ് സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്. Fresh detailed estimate in addition to the original sanctioned estimate is called supplementary estimate. സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സിമ്പിളാണ് ഇട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പം ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുക. ഇപ്പോൾ സപ്പോസ് ഒരു വീടിൻ്റെയാണ് അതും ചെയ്യും. ഇപ്പോൾ നമ്മൾ വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് തോന്നുകയാണ് ഒരു അഡീഷണലി ഒരു റൂം അല്ലെങ്കിൽ അഡീഷണൽ എന്തെങ്കിലും ഒരു പ്രൊജക്ഷൻ ഏരിയ നമുക്ക് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഈ അഡീഷണലി ആഡ് ചെയ്ത റൂമിൻ്റെ എസ്റ്റിമേറ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുക. അതിനെയാണ് നമ്മളിപ്പോൾ സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്.
when it should prepare, it is prepared when additional works are found necessary during the progress of project to supplement to the original one. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറിജിനൽ വർക്കിൻ്റെ കൂടെ നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യമായിട്ട് അഡീഷണൽ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, പക്ഷേ നേരത്തെ നമ്മൾ സബ്മിറ്റ് ചെയ്ത എസ്റ്റിമേറ്റിൽ ഉണ്ടായിരുന്നില്ല, പക്ഷെ അഡീഷണലി വന്നു, നമുക്ക് അങ്ങനെ അഡീഷണലി ചെയ്യേണ്ടി വന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഒരു അഡീഷണൽ ആയിട്ട് നമ്മൾ അതിൻ്റെ മാത്രം എസ്റ്റിമേറ്റ് കണ്ടുപിടിക്കേണ്ടി വരും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ് ആണ് മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ്. ആനുവൽ മെയിൻ്റനൻസ് ഷുഡ് ബി ഡൺ ടു കീപ് ദി ബിൽഡിംഗ് ഇൻ സർവീസ് കണ്ടീഷൻ. ഫോർ ദിസ് ആൻ എസ്റ്റിമേറ്റ് ഷുഡ് പ്രിപ്പയർ. ദിസ് ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ്സ് ആർ കോൾഡ് മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ എസ്റ്റിമേറ്റ്. നമുക്കറിയാം ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ബിൽഡിംഗ് സർവീസ് കണ്ടീഷനിലിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് കറക്റ്റായിട്ട് മെയിൻ്റനൻസ് ഒക്കെ ചെയ്യണം. അപ്പം ഈ മെയിൻ്റനൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ആവുമല്ലോ. ഈ എമൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യും. അതായത് ഈ മെയിൻ്റനൻസ് വർക്ക് നടക്കാൻ വേണ്ടിയുള്ള എസ്റ്റിമേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. മെയിൻ്റനൻസ് ഇൻക്ലൂഡ് വൈറ്റ് വാഷിംഗ്, പെയിൻറ്റിങ് എക്സെട്ര. മെയിൻ്റനൻസിൽ എന്തൊക്കെയായിരിക്കും സാധാരണ ഒരു ഇയർലി മെയിൻ്റനൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് വൈറ്റ് വാഷിംഗ്, പെയിൻറ്റിങ് ഒക്കെ ആയിരിക്കും. ഇനി ഇറ്റ് ഈസ് ഓൾസോ പ്രിപ്പയർഡ് ഇൻ കേസ് ഓഫ് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഫോർ ആനുവൽ മെയിൻ്റനൻസ്. ഇത് നമുക്ക് മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ബിൽഡിങ്ങിൻ്റെ കേസിൽ മാത്രമല്ല ഉണ്ടാക്കുന്നത്. നമുക്കറിയാം ഇപ്പം റോഡ്സ് ഒക്കെ നമ്മൾ ആനുവലി മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്യും. റോഡുകളിലൊക്കെ ചിലപ്പം ചില കുഴികളോ ഒക്കെ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ ആനുവൽ മെയിൻ്റനൻസ് വർക്ക് ചെയ്യും. ആ റോഡിൻ്റെ അല്ലെങ്കിൽ ബ്രിഡ്ജിൻ്റെ മെയിൻ്റനൻസ് വർക്കിന് നമ്മൾ എന്ത് ചെയ്യണം, മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണം. ഇനി ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ആനുവൽ മെയിൻ്റനൻസ് എമൗണ്ട് ഷുഡ് നോട്ട് എക്സീഡ് 1.5 to 2% ഓഫ് ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ്. ഈ ബിൽഡിങ്ങിൻ്റെ ക്യാപിറ്റൽ കോസ്റ്റിൻ്റെ 1.5 to 2% ഒരിക്കലും ആനുവൽ മെയിൻ്റനൻസിന് ഉള്ള എമൗണ്ട് അതിനേക്കാളും കൂടാൻ പാടില്ല എന്നാണ് ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ്. ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് ആണ്. ഇനി ഉള്ളത് റിപ്പയർ എസ്റ്റിമേറ്റ് ആണ്. മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അതിൻ്റെ സർവീസ് കണ്ടീഷന് വേണ്ടി കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ്. പക്ഷേ ഒരു റിപ്പയർ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിൽഡിങ്ങിന് ചില റിപ്പയറുകൾ വേണ്ടി വരും. അതായത് ഇപ്പോൾ ചില പോർഷൻസിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ടാകും ചില ബിൽഡിങ്ങിൻ്റെ. അങ്ങനെയുള്ള വർക്കിന്, അതായത് റിപ്പയർ വർക്കിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ആ എസ്റ്റിമേറ്റിനെയാണ് നമ്മൾ റിപ്പയർ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ റിപ്പയർ വർക്ക്സ് ഓഫ് എക്സിസ്റ്റിംഗ് ബിൽഡിങ്സ്, റോഡ്സ് എക്സെട്ര. റിപ്പയർ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ ടോട്ടൽ ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെത്തേഡ്സ് യൂസ്ഡ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ആണ്. നമ്മൾ ഓൾറെഡി ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ് പറഞ്ഞപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് എന്ത്, അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് എന്ന്. നമുക്കറിയാം അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു അപ്രോക്സിമേറ്റ് ഐഡിയൻ്റെ പുറത്ത് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് നമുക്ക് നേരത്തെ ഒരു പെർട്ടിക്കുലർ വർക്കൊക്കെ ചെയ്തിട്ട് നമുക്ക് ഏകദേശം അറിയാം ഇത്ര വരുള്ളൂ വാല്യൂ, അല്ലെങ്കിൽ പ്ലിന്ത് ഏരിയ ഇത്രയേ വരുള്ളൂ എന്ന് നമുക്കറിയാം. അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്ന എസ്റ്റിമേറ്റ് ആണ് എന്ത്, അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ്. ഇനി നമ്മൾ എന്തിൻ്റെ ബേസിലാണ് ഈ അപ്രോക്സിമേറ്റ് വാല്യൂ നമ്മൾ പറയുന്നത്, അതായത് അപ്രോക്സിമേറ്റ്ലി ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ ഇത്രയും പൈസ വരുള്ളൂ എന്ന് നമ്മൾ പറയാം. അപ്പം അത് നമ്മൾ എന്ത് ബേസിസിന് എന്താണ് നമ്മളതിനെ ബേസിസ് ആയിട്ട് എടുക്കുന്നത്, അതിൻ്റെ ബേസിസിൽ നമുക്ക് മൂന്നായിട്ട് ഈ മെത്തേഡ്സിനെ ക്ലാസിഫൈ ചെയ്യാം. അതായത് പ്ലിന്ത് ഏരിയ മെത്തേഡ്, യൂണിറ്റ് റേറ്റ് മെത്തേഡ് അല്ലെങ്കിൽ സർവീസ് യൂണിറ്റ് മെത്തേഡ്, പിന്നെയെന്ന് പറയുന്നത് ക്യൂബിക്കൽ കണ്ടന്റ് മെത്തേഡ്. അങ്ങനെ 3 മെത്തേഡ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് എന്ത്, പ്ലിന്ത് ഏരിയ മെത്തേഡ്. നമ്മൾ ഈ മെത്തേഡിൽ നമ്മൾ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഈസ് ഡിറ്റർമൈൻഡ് ബൈ മൾട്ടിപ്ലൈങ് പ്ലിന്ത് ഏരിയ റേറ്റ് വിത്ത് പ്ലിന്ത് ഏരിയ. അതായത് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ട ബിൽഡിങ്ങിൻ്റെ പ്ലിന്ത് ഏരിയ നമുക്ക് അറിയും. ഇനി ഇതേപോലെ പാസ്റ്റിൽ നമ്മൾ ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പം അതിന് പ്ലിന്ത് ഏരിയയ്ക്ക് യൂണിറ്റ് റേറ്റ് എത്ര വന്നത്, അതായത് ടോട്ടൽ നമ്മൾ ഓൾറെഡി ചെയ്ത റേറ്റിനെ ആ ബിൽഡിങ്ങിൻ്റെ പ്ലിന്ത് ഏരിയ വെച്ച്
ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ യൂണിറ്റ് റേറ്റ് കിട്ടുമല്ലോ. അതായത് ഒരു പെർട്ടിക്കുലർ ബിൽഡിങ് ഇപ്പോൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു യൂണിറ്റ് റേറ്റ് കിട്ടി പ്ലിന്ത് ഏരിയയിൽ. ഇനിയിപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് പ്ലിന്ത് ഏരിയ റേറ്റ് നമുക്കറിയാം. ആ പുതിയതായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ബിൽഡിങ്ങിൻ്റെ പ്ലിന്ത് ഏരിയ നമുക്കറിയാം. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ആ പ്ലിന്ത് ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ പ്ലിന്ത് ഏരിയ റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ കിട്ടും. ഇതാണ് നമ്മൾ പ്ലിന്ത് ഏരിയ മെത്തേഡിൽ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് റേറ്റ് മെത്തേഡ് അല്ലെങ്കിൽ സർവീസ് യൂണിറ്റ് മെത്തേഡാണ്. According to this method, cost of structure is determined by multiplying the total number of units with unit rate of each item. For example, in case of school, the unit considered to be as 1 student, and in case of hospital, the unit considered is 1 bed. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഓൾറെഡി ഒരു സ്കൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മളൊരു 100 സ്റ്റുഡൻസ് കപ്പാസിറ്റിയിൽ ഉണ്ടാക്കിയ സ്കൂളാണ്. ആ സ്കൂളിന് ഒരു 10 lakh കോസ്റ്റ് വന്നിട്ടുണ്ടെന്ന് അസ്യൂം ചെയ്യാം. അപ്പം നമ്മൾ ഈ 10 lakh കോസ്റ്റ് നമ്മൾ 100 കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൺസ്ട്രക്ട് ചെയ്തതാണ്. അപ്പം ഒരു കുട്ടിക്ക് ആ വാല്യൂ എത്ര വരും, നമ്മൾ 10 lakh ഡിവൈഡ് ബൈ 100 ചെയ്താൽ ഒരു കുട്ടിക്ക് എത്ര വാല്യൂ വന്നെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇനി ഒരു 50 സ്റ്റുഡൻസ് കപ്പാസിറ്റിയുള്ള വേറെ ഒരു സ്കൂൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കുട്ടിക്ക് വേണ്ട എമൗണ്ട് ഇൻറ്റു 50 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 50 സ്റ്റുഡൻസ് കപ്പാസിറ്റിയുള്ള സ്കൂൾ കൺസ്ട്രക്ട് ചെയ്യാൻ എത്ര കോസ്റ്റ് ആവുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അത്രേ ഈ യൂണിറ്റ് റേറ്റ് മെത്തേഡിൽ അല്ലെങ്കിൽ സർവീസ് യൂണിറ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു കുട്ടി എന്നൊക്കെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അല്ലെങ്കിൽ ഇപ്പം ഒരു ഹോസ്പിറ്റലിൻ്റെ കേസിലാണെങ്കിൽ ഇപ്പം നമ്മൾ പറയാം, ഹോസ്പിറ്റലിലാണെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എത്ര ബെഡ് സ്പേസ്, അതിപ്പം 500 ബെഡ് അക്കോമഡേറ്റ് ചെയ്യാനുള്ള പേഷ്യൻസിൻ്റെ ബെഡ് അക്കോമഡേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഹോസ്പിറ്റൽസ് എന്നൊക്കെയാണ് പറയാം. അപ്പം അതിന് നമുക്ക് ഇതേ മെത്തേഡിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. ഈ മെത്തേഡിനെയാണിത് യൂണിറ്റ് റേറ്റ് മെത്തേഡ് അല്ലെങ്കിൽ സർവീസ് യൂണിറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ മെത്തേഡാണ് ക്യൂബിക്കൽ കണ്ടന്റ് മെത്തേഡ്. ദിസ് മെത്തേഡ് is generally used for multi-storied buildings. It is more accurate than the other two methods. The cost of structure is calculated by multiplying cubical rate with volume of building. The volume of building is obtained by length into breadth into height. Length and breadth of building is calculated out of walls excluding plinth offset. അതായത് ഇപ്പം നമ്മൾ ക്യൂബിക്കൽ കണ്ടന്റ് മെത്തേഡിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ സ്ട്രക്ചറിൻ്റെ വോളിയം നമ്മൾ കണ്ടുപിടിക്കും. അതായത് വോളിയം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ബിൽഡിങ്ങിൻ്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ യൂണിറ്റ് റേറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ മെത്തേഡ് സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മൾട്ടി സ്റ്റോറി ബിൽഡിങ്സിനാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മളിപ്പം നേരത്തെ പറഞ്ഞ 2 മെത്തേഡിനേക്കാളും കമ്പാരിറ്റീവ്ലി മോർ അക്യുറേറ്റ് ആണ്. കാരണം എന്താ, അതിന് നമ്മൾ 3 ഡയമെൻഷണൽ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് ഹൈറ്റ് ഓഫ് സ്ട്രക്ചർ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ 2 മെത്തേഡിലും നമ്മളെന്താ, അതിൻ്റെ ഹൈറ്റ് ഓഫ് സ്ട്രക്ചർ നമ്മൾ കൺസിഡർ ചെയ്യുന്നേ ഇല്ല. ഇങ്ങനെ 3 മെത്തേഡ്സ് ആണുള്ളത്. അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന 3 മെത്തേഡ്സ് ആണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി എസ്റ്റിമേറ്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു, ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് ആവശ്യമാണെന്ന് നമ്മൾ നോക്കാം. അതായത് നമുക്കറിയാം, ഇപ്പം എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആദ്യം നമ്മൾ ക്വാണ്ടിറ്റീസ് നമുക്ക് കൺസ്ട്രക്ഷന് റിക്വയർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റീസ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അതിൻ്റെ യൂണിറ്റ് റേറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്നതിനെയാണ് എസ്റ്റിമേറ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമുക്ക് പറയാം. പക്ഷേ നമുക്കിപ്പം ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയണം, അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്കിപ്പം ഈ ടോട്ടൽ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ഡാറ്റാസൊക്കെ നമുക്ക് വേണം. ഈ ഡാറ്റാസ് നമുക്ക് എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്, ഡ്രോയിങ്സ്, സ്പെസിഫിക്കേഷൻസ് ആൻഡ് റേറ്റ്സ്.
ഈ 3 കാര്യങ്ങളുണ്ടെങ്കിലേ നമുക്ക് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം, ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഡ്രോയിങ്സ്. നമുക്കറിയാം, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു കോൺക്രീറ്റ് കോളത്തിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ. അതിൽ എത്ര RCC വരുന്നുണ്ട്, അതിലെത്ര കോൺക്രീറ്റ് വേണം എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? ആദ്യം നമുക്ക് അതിൻ്റെ ക്രോസ് സെക്ഷൻ വേണം. ഇപ്പം ഒരു 250x250 കോളാണെങ്കിൽ നമുക്ക് ആ ഡയമെൻഷൻ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമുക്ക് ഡ്രോയിങ്സ് നിന്നാണ് നമ്മൾ ഡയമെൻഷനൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഡ്രോയിങ്സ് ഉണ്ടെങ്കിലേ നമുക്ക് അതിൻ്റെ ഡയമെൻഷൻ കിട്ടുള്ളൂ. ഈ ഹൈറ്റ് ആണെങ്കിലും എല്ലാം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഡ്രോയിങ്സ്. അപ്പം ഡ്രോയിങ്സ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എസ്റ്റിമേഷൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി for preparing an estimate, drawings are necessary for taking measurements, for calculating or taking of quantities. Drawings should include plans, sections and elevations of the building. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ നേരത്തെ ഡ്രോയിങ് ചെയ്തിട്ടുള്ളതാണ്, പ്ലാനിന് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടില്ല. ഹൈറ്റൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എലിവേഷൻ അല്ലെങ്കിൽ സെക്ഷനൊക്കെ വരച്ചാലേ നമുക്ക് ഹൈറ്റ് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുള്ളൂ. പ്ലാൻ മാത്രം വരച്ചെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ മെഷർമെൻറ്റ്സും കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തൊക്കെ വേണം? പ്ലാൻ വേണം, സെക്ഷൻ വേണം, എലിവേഷൻ, കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഡ്രോയിങ്സ് തന്നെ വേണം നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യണമെങ്കിൽ. ഇനി സാധാരണയായിട്ട് നമ്മൾ ഈ പ്ലാൻസും സെക്ഷൻസും എലിവേഷൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സ്കെയിൽ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/100 ആണ്. അത് നോട്ട് ചെയ്യണം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ചില പെർട്ടിക്കുലർ കേസസിൽ നമുക്ക് ഡീറ്റെയിൽഡ് ഡ്രോയിങ്സ് വേണ്ടി വരും. അതായത് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കിപ്പം ചെറിയ ഏതെങ്കിലും പോർഷൻസിൻ്റെ ആണെങ്കിൽ ഏരിയസ് ഒക്കെ ചിലപ്പോൾ നമ്മൾ LR ചെയ്ത് വരച്ച് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, റീഇൻഫോഴ്സ്മെൻറ്റ് എത്ര സ്പേസിങ്ങിലാണ്, അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് എല്ലാ ഡീറ്റെയിൽസും കൊടുക്കേണ്ടി വരും. അപ്പം ഡീറ്റെയിൽഡ് ഡ്രോയിങ്സിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത് 1/10 to 1/29 ആണ്. ആ റേഞ്ച് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ സൈറ്റ് പ്ലാൻ, സർവീസ് പ്ലാനൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ വെക്കേണ്ടി വരും. ഇതിൻ്റെ യൂഷ്വൽ സ്കെയിൽ എന്ന് പറയുന്നത് 1/400 ആണ്. അപ്പം ഡ്രോയിങ്സിൻ്റെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഡ്രോയിങ്സിൽ നിന്നാണ് നമുക്ക് ക്വാണ്ടിറ്റീസൊക്കെ ക്വാണ്ടിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഡ്രോയിങ്സ് നിന്നാണ്. ഓക്കെ, നമ്മൾ ഡാറ്റാ റിക്വയർഡിൽ ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഡ്രോയിങ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക്കേഷൻസ് ആണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഡ്രോയിങ്സിൽ നിന്ന് കിട്ടണമെന്നില്ല. ചില സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം ഏത് ഗ്രേഡ് കോൺക്രീറ്റ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു സ്പെസിഫിക്കേഷൻ്റെ. M15 ആണോ M20 ആണോ, അത് നമ്മൾ ഇപ്പം PCC ഒരു ഫൂട്ടിങ്ങിൻ്റെ PCCയിൽ കൊടുക്കുന്നതായിരിക്കില്ല കോളം ചെയ്യുന്നതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ കോൺക്രീറ്റിൻ്റെ ഗ്രേഡ്. അപ്പോൾ നമ്മൾ അതൊക്കെ നമ്മൾ സ്പെസിഫിക്കേഷൻസ് കൊടുത്താലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഈ സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വാണ്ടിറ്റീസ് എസ്റ്റിമേറ്റ് ചെയ്യുമ്പം, ഇപ്പോൾ സിമെൻറ്റിൻ്റെ M15 സിമെൻറ്റിൻ്റെ ക്വാണ്ടിറ്റിയും M20 സിമെൻറ്റിൻ്റെ ക്വാണ്ടിറ്റിയും നമുക്ക് വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് സ്പെസിഫിക്കേഷൻസ് കൊടുക്കണം. സ്പെസിഫിക്കേഷൻസ് തന്നെ രണ്ട് തരത്തിലുണ്ട്, ജനറൽ സ്പെസിഫിക്കേഷൻസും ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻസും. General specifications gives the nature and quality of work and materials used in various parts of work. General specifications are used to prepare detailed estimates. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ജനറൽ സ്പെസിഫിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൻ്റെ പ്രിപ്പറേഷനിലാണ്. നമുക്കറിയാം പല ടൈപ്പ് എസ്റ്റിമേറ്റിൻ്റെ, അതിൽ ഒന്നാണ് എന്ത്? ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. ഈ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജനറൽ സ്പെസിഫിക്കേഷൻസ് യൂസ് ചെയ്യുന്നത്. ജനറൽ സ്പെസിഫിക്കേഷനിൽ എന്താണ്? ക്വാളിറ്റി ഓഫ് വർക്കും അതിൻ്റെ മെറ്റീരിയൽസ്, ഏത് ടൈപ്പ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്, അതൊക്കെയാണ് നമുക്ക് ഈ സ്പെസിഫിക്കേഷനിൽ നിന്ന് കിട്ടുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻസ് ആണ്. ഇറ്റ് ഗിവ്സ് ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി വേരിയസ് ഐറ്റംസ് ഓഫ് വർക്ക്. ഓരോ വർക്കിൻ്റെയും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസ് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻസിൽ ഉണ്ടാവുക. Method of preparation and execution of work, and it gives quality, quantity and proportion of materials. മൂന്നാമത്തെ മെത്തേഡാണ് ക്യൂബിക്കൽ കണ്ടക്ട് മെത്തേഡ്.
This method is generally used for multi-storied buildings. It is more accurate than the other two methods. The cost of structure is calculated by multiplying cubical weight with volume of building. The volume of building is obtained by length into breadth into height. Length and breadth of building is calculated out of walls excluding plinth offset. അതായത് ഇപ്പോൾ നമ്മൾ ക്യൂബിക്കൽ കണ്ടന്റ് മെത്തേഡിൽ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ സ്ട്രക്ചറിൻ്റെ വോളിയം നമ്മൾ കണ്ടുപിടിക്കും. എന്നിട്ട് അതായത് വോളിയം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ബിൽഡിങ്ങിൻ്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ യൂണിറ്റ് റേറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ മെത്തേഡ് സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മൾട്ടി സ്റ്റോറി ബിൽഡിങ്സിനാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മളിപ്പം നേരത്തെ പറഞ്ഞ രണ്ട് മെത്തേഡിനേക്കാളും കമ്പാരിറ്റീവ്ലി മോർ അക്യുറേറ്റ് ആണ്. കാരണം എന്താ, അതിന് നമ്മൾ 3 ഡയമെൻഷണൽ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതായത് ഹൈറ്റ് ഓഫ് സ്ട്രക്ചർ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ രണ്ട് മെത്തേഡിലും നമ്മളെന്താ അതിൻ്റെ ഹൈറ്റ് ഓഫ് സ്ട്രക്ചർ നമ്മൾ കൺസിഡർ ചെയ്യുന്നേ ഇല്ല. ഇങ്ങനെ 3 മെത്തേഡ്സ് ആണുള്ളത്. അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന 3 മെത്തേഡ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഈ പ്രോബ്ലം എല്ലാവരും ചെയ്ത് നോക്കണം. Prepare an approximate estimate of building project with total plinth area of all building is 800 square meter and from following data. Plinth area rate തന്നിട്ടുണ്ട് RS 4500 per square meter. Cost of water supply at 7.5% of cost of building. Third one തന്നിട്ടുണ്ട് cost of sanitary and electrical installations each at 7.5% of cost of building. Fourth one, cost of architectural features at 1% of building cost. Cost of roads and norms at 5% of building cost. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് കണ്ടുപിടിക്കാന്നുള്ള ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടെന്നേ ഉള്ളൂ ഈ പ്രോബ്ലം. അതിൽ ഈ കോസ്റ്റ് ഓഫ് സാനിറ്ററി ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ ഒന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇത് ജസ്റ്റ് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാന്നുള്ളത് മാത്രം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഈ പ്രോബ്ലം ഇട്ടത്. അപ്പോൾ ഇതിലെന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോബ്ലത്തിൽ എന്താ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, പ്രിപ്പയർ ആൻഡ് അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ആണ്. അപ്പം അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. നമുക്കിവിടെ തന്നിട്ടുള്ള ഡാറ്റ എന്തൊക്കെയാണ്, ടോട്ടൽ പ്ലിന്ത് ഏരിയ ഓഫ് ഓൾ ബിൽഡിംഗ്. പ്ലിന്ത് ഏരിയ തന്നിട്ടുണ്ട് ബിൽഡിങ്ങിൻ്റെ, പ്ലിന്ത് ഏരിയ റേറ്റും തന്നിട്ടുണ്ട്. പ്ലിന്ത് ഏരിയ റേറ്റും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഒരു ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ്? പ്ലിന്ത് ഏരിയ റേറ്റ് ഇൻറ്റു പ്ലിന്ത് ഏരിയ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് കിട്ടില്ലേ? അങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇനി നെക്സ്റ്റ് നമുക്ക് അഡീഷണൽ എന്തൊക്കെയാണ് ഡാറ്റസ് തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് വാട്ടർ സപ്ലൈ അറ്റ് 7.5% ഓഫ് കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് എന്താണ്, കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് ആണ്. ഇനി ഈ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റിൻ്റെ 7.5% കോസ്റ്റ് വാട്ടർ സപ്ലൈക്ക് ആവുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം തന്നെ പ്ലിന്ത് ഏരിയ റേറ്റ് വെച്ചിട്ട് നമ്മൾ പ്ലിന്ത് ഏരിയനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ കോസ്റ്റ് ഓഫ് ബിൽഡിങ്ങിൻ്റെ 7.5% അതായിരിക്കും എന്ത് വാട്ടർ സപ്ലൈ ചാർജസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ജസ്റ്റ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കോസ്റ്റ് ഓഫ് സാനിറ്ററി ആൻഡ് ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ. അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 7.5 കൂടെ കൂട്ടിയിട്ട് ടോട്ടൽ 15% ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബിൽഡിംഗ് കോസ്റ്റിൻ്റെ 15% എന്ന് പറയുമ്പോൾ 15 × 100 ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടുമല്ലോ. ഇനി നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1% ആണെന്ന് പറയുന്നുണ്ട്. അതായത് ബിൽഡിങ്ങിൻ്റെ കോസ്റ്റിൻ്റെ 1% അത് നമ്മൾ കണ്ടുപിടിക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് റോഡ്സ് ലോൺസ് ആണ്. അത് 5% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് 5 × 100 ചെയ്യുമ്പോൾ നമുക്ക് ആ വാല്യൂ കിട്ടും. എന്നിട്ട്
കോസ്റ്റ് ഓഫ് കണ്ടിജൻസീസ്. ഈ കണ്ടിജൻസീസ് ഒക്കെ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പ്ലിന്ത് ഏരിയ റേറ്റ് വെച്ചിട്ട് ആ അപ്രോക്സിമേറ്റ് എസ്റ്റിമേഷൻ എങ്ങനെ ചെയ്യാന്നുള്ള ജസ്റ്റ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു പ്രോബ്ലം ഇട്ടുന്നേ ഉള്ളൂ. നമ്മൾ കണ്ടിജൻസീസ് എന്താണ്, ഈ ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. അപ്പം ജസ്റ്റ് ഇതെന്താ, നമ്മൾ പ്ലിന്ത് ഏരിയ റേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ, പ്ലിന്ത് ഏരിയ തന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് കിട്ടും. ഇനി അതിൻ്റെ കൂടെ അഡീഷണലി ഇപ്പം ഈ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഇത് സിമ്പിളാണ്, ഇതിൽ ജസ്റ്റ് വേറെ ഒന്നും നോക്കാനില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ ആൻ അപ്രോക്സിമേറ്റ് estimate or rough cost estimate of a hospital building for 50 beds. The cost of construction altogether for each bed is 60,000 rupees. Determine the total cost of hospital building. ഇതിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഈച്ച് ബെഡിൻ്റെ കോസ്റ്റ് കൺസ്ട്രക്ഷൻ തന്നിട്ടുണ്ട് 60,000 ആണ്. നമ്പർ ഓഫ് ബെഡ്സ് 50 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ എങ്ങനെ ഹോസ്പിറ്റൽ ബിൽഡിംഗ് കണ്ടുപിടിക്കാമല്ലോ. ഒരു ബെഡിന് 60,000 റുപ്പീസാണ്. അങ്ങനത്തെ 50 ബെഡ്സ് ഉള്ള ഒരു ഹോസ്പിറ്റലാണ് നമുക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഹോസ്പിറ്റൽ ബിൽഡിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 50 × 60,000. ഓക്കെ. Next question, to prepare the rough cost estimate of a hostel building which accommodate 150 students, the cost of construction including all provision is rupees 15,000 per student. Determine total cost of building. അപ്പം ഇവിടെ നമുക്ക് വന്നിട്ടുണ്ട്, നമുക്കൊരു ഹോസ്റ്റൽ ബിൽഡിംഗ് ആണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അത് ടോട്ടൽ 150 സ്റ്റുഡൻസ് ഉള്ള ഹോസ്റ്റൽ ബിൽഡിംഗ്. കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ പെർ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് 15,000 ആണ്. നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ കണ്ടുപിടിക്കാമല്ലോ. ഒരു സ്റ്റുഡൻറ്റിൻ്റെ നമുക്ക് 15,000 ആവുമെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ എങ്ങനെയായിരിക്കും, 150 × 15,000. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ ദി റഫ് എസ്റ്റിമേറ്റ് ഫോർ എ പ്രപ്പോസ്ഡ് കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് for a municipal corporation for the following data. പ്ലിന്ത് ഏരിയ തന്നിട്ടുണ്ട്, ഫ്ലോർ ഹൈറ്റ് ഓഫ് ഈ സ്റ്റോറി തന്നിട്ടുണ്ട് 3.5 മീറ്റർ, നമ്പർ ഓഫ് സ്റ്റോറീസ് G+2 ആണ് തന്നിട്ടുണ്ട്, ക്യൂബിക്കൽ കണ്ടന്റ് റേറ്റ് എത്രയാണ് 1000 per meter cube. ഓരോ മീറ്റർ ക്യൂബിനും 1000 rupees ആണ് തന്നിട്ടുണ്ട്. It provided for following as a percentage of structural cost. First one, water supply and sanitary arrangement 8%, electrification 6%, fluctuation of rates 5%, contractors profit 10%, KP supervision and contingencies 3% തന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ക്യൂബിക്കൽ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്ലിന്ത് ഏരിയ ഇൻറ്റു ഹൈറ്റ് ഓഫ് ഈച്ച് സ്റ്റോറി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ക്യൂബിക്കൽ ക്വാണ്ടിറ്റി കിട്ടും. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്ത് 500 ആണ് അതിൻ്റെ പ്ലിന്ത് ഏരിയ, 3.5 ആണ് അതിൻ്റെ ഹൈറ്റ്, പിന്നെ നമുക്ക് തന്നിരിക്കുന്നത് G+2 ആണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് ക്യൂബിക്കൽ കണ്ടന്റ് എത്ര മീറ്റർ ക്യൂബ് ആണെന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് തന്നിട്ടുള്ള ഗിവൻ ഡാറ്റ എന്ന് പറഞ്ഞാൽ ക്യൂബിക്കൽ കണ്ടന്റിൻ്റെ റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 1000 ആണ് പെർ മീറ്റർ ക്യൂബ്. ഒരു മീറ്റർ ക്യൂബിന് 1000 rupees ആണെങ്കിൽ 5250 മീറ്റർ ക്യൂബിനുള്ള വാല്യൂ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുമല്ലോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ. നമുക്കറിയാം ഈ സ്ട്രക്ചറൽ കോസ്റ്റിൻ്റെ 8% ആണ്. അത് എത്രയാണോ വാല്യൂ നമുക്ക് കിട്ടുന്നത് അതേ ഇൻറ്റു 8/100 ചെയ്താൽ മതി. ഇനി ഇലക്ട്രിഫിക്കേഷനും അതുപോലെ 6% ആണ്. ഓരോന്നും എത്ര പെർസെൻറ്റേജ് ആണ്, അപ്പോൾ ആ പെർസെൻറ്റേജിന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ടോട്ടൽ വാല്യൂ കണ്ടുപിടിക്കുക, അത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്ക് ഇപ്പം ഇത് ക്യൂബിക്കൽ കണ്ടന്റ് മെത്തേഡ് അല്ലാതെ പ്ലിന്ത് ഏരിയയിലും ചിലപ്പോൾ ചോദിക്കും. പ്ലിന്ത് ഏരിയ റേറ്റ് നമുക്ക് തന്ന് പ്ലിന്ത് ഏരിയ വെച്ചിട്ട് 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എന്ത് കിട്ടും, സ്ട്രക്ചറൽ കോസ്റ്റ് കിട്ടും. പിന്നെ ചില കേസിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇലക്ട്രിഫിക്കേഷൻ ചാർജ് ഇത്ര പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ കോസ്റ്റ് ആണ്, അല്ലെങ്കിൽ
വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ നമ്മളുടെ കോസ്റ്റ് ഓഫ് ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് പ്ലസ് ഈ വാല്യൂസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ. അത് ഇന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ ഇട്ടുന്നേ ഉള്ളൂ. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് എസ്റ്റിമേറ്റ്സ്, അതിൻ്റെ ടൈപ്സ്, പിന്നെ അപ്രോക്സിമേറ്റ് എസ്റ്റിമേഷൻ കണ്ടുപിടിക്കുന്നതിൻ്റെ 3 മെത്തേഡ്സ്, അതിൻ്റെ 2-3 പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള ഡ്രോയിങ്സ്, റേറ്റ്സ്, പിന്നെ സ്പെസിഫിക്കേഷൻ, ഇത് 3 നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഷർമെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വർക്ക്സ്. അതായത് നമുക്കറിയാം, ഇപ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക് ഉണ്ട്. അതായത് ഇപ്പം ആദ്യം നമ്മൾ ചിലപ്പം ആദ്യം തന്നെ നമുക്ക് കൊണ്ട് കോളമൊന്നും സൈറ്റിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് മുന്നേ നമ്മളിപ്പോൾ ആദ്യം തന്നെ സൈറ്റ് ക്ലിയർ ചെയ്യേണ്ടി വരും. സൈറ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഫൂട്ടിങ്ങിനുള്ള എർത്ത് വർക്ക് എക്സ്കവേഷൻ ചെയ്യുന്നത്. അപ്പം സൈറ്റ് ക്ലിയർ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് വർക്കാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താ, എർത്ത് വർക്ക് എക്സ്കവേറ്റ് ചെയ്യുന്നത് വേറൊരു ടൈപ്പ് ഓഫ് വർക്കാണ്. പിന്നെ നമ്മൾ കോൺക്രീറ്റിംഗ് ചെയ്യുന്നത് വേറൊരു ടൈപ്പ് ഓഫ് വർക്കാണ്. പിന്നെ നമ്മൾ എർത്ത് ഫില്ലിങ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്പ് വർക്ക്. അങ്ങനെ നമ്മൾ ഈ ഓരോ കൺസ്ട്രക്ഷനിലുള്ള ഓരോ പെർട്ടിക്കുലർ വർക്കിനെയും ഡിഫറെൻറ്റ് യൂണിറ്റ്സിലാണ് എക്സ്പ്രസ് ചെയ്യുക. അതിന് നമുക്ക് ചില സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അത് ആസ് പെർ IS കോഡ് നമ്മൾ ചില സ്റ്റാൻഡേർഡ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പം എർത്ത് വർക്ക് എക്സ്കവേഷൻ ആണെങ്കിൽ അത് ഇന്ന യൂണിറ്റിലേ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ തന്നെ നമ്മളെ മെഷറിങ് യൂണിറ്റ് വേറെ ആയിരിക്കും. ചിലപ്പോൾ പേയ്മെൻറ്റ് യൂണിറ്റ് തന്നെ 2 തരത്തിലുണ്ട്, മെഷറിങ് യൂണിറ്റും പേയ്മെൻറ്റ് യൂണിറ്റും. അതായത് നമ്മളിപ്പം കാൽക്കുലേഷൻ ചെയ്യുന്നതിൽ നമ്മളെടുക്കുന്ന യൂണിറ്റ് ആവണമെന്നില്ല, നമ്മൾ പേയ്മെൻറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ചില പർട്ടിക്കുലർ ഐറ്റംസിന് മാത്രം ഡിഫറെൻ്റ് ആണ്, ചിലതിന് രണ്ടും സെയിം ആവണമെന്നുണ്ട്. അതിനൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് നമ്മുടെ കോഡിൽ തന്നെ ഉണ്ട്. ഇതിന് മെഷർമെൻറ്റ്സിൻ്റെ സ്പെസിഫിക്കേഷൻസ് വരുന്ന കോഡ് എന്ന് പറയുന്നത് IS 1200 ആണ്. അതിൽ പാർട്ട് 1 എർത്ത് വർക്ക് എക്സ്കവേഷൻ, അങ്ങനെ അതിന് കുറേ പാർട്ടുണ്ട്. IS 1200. അതിന് നമ്മൾ ഇപ്പം ഡിഫറെൻറ്റ് വർക്ക്സിൻ്റെ ഈ സ്ലൈഡിൽ നമ്മളാകെ 3 ടൈപ്പിൻ്റെ മാത്രമേ നമ്മൾ യൂണിറ്റ് പറയുന്നുള്ളൂ. അതിൽ ഫസ്റ്റ് 1 എന്ന് പറയുന്നത് എർത്ത് വർക്ക് എക്സ്കവേഷനാണ്. എർത്ത് വർക്ക് എക്സ്കവേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ എർത്ത് വോളിയത്തിലല്ലേ നമ്മളത് ഒരു 3 ഡയമെൻഷണൽ, ഇപ്പോൾ ഒരു കുഴി എടുക്കുകയല്ലേ ചെയ്യുന്നത് ആക്ച്വലി. അപ്പോൾ എന്ന് പറയുന്നത് 3 ഡയമെൻഷൻ അല്ലേ. അപ്പോൾ അതിൻ്റെ വോളിയമായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരിക. അപ്പം ഇതിൽ എർത്ത് വർക്ക് എക്സ്കവേഷൻ്റെ യൂണിറ്റ് നമ്മളെന്ന് പറയുന്നത്, മെഷർമെൻറ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബാണ്. ഇത് നമ്മൾ പഠിച്ചു വെക്കേണ്ട സാധനമാണ്. ഓരോന്നിൻ്റെയും മെഷറിങ് യൂണിറ്റ് നമ്മൾ പഠിക്കണം, പേയ്മെൻറ്റ് യൂണിറ്റും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം. അതിൽ ഫസ്റ്റ് 1 ആണ് എർത്ത് വർക്ക് എക്സ്കവേഷൻ. അത് മീറ്റർ ക്യൂബിലാണുള്ളത് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ ചെയ്യുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഫൂട്ടിങ് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു 2 മീറ്റർ ഡെപ്തിൽ നമ്മൾ എർത്ത് എക്സ്കവേറ്റ് ചെയ്തെന്ന് വിചാരിച്ചു. എർത്ത് എക്സ്കവേറ്റ് ചെയ്തിട്ട് ആദ്യൊരു 1 മീറ്ററിൽ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സോയിലും പിന്നീടുള്ള 1 മീറ്റർ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സോയിലാണെങ്കിൽ നമ്മളിപ്പം ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ 2 ടൈപ്പ് ഓഫ് സോയിലിനും നമ്മൾ 2 ആയിട്ട് തന്നെ നമ്മൾ എഴുതി കാണിക്കണം. അതായത് ഞാനിപ്പം ഫോർ എക്സാമ്പിൾ കാൽക്കുലേഷൻ ചെയ്യുകയാണ്. ടോട്ടൽ എർത്ത് വർക്ക് എക്സ്കവേഷൻ എത്ര മീറ്റർ ക്യൂബ് ഉണ്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഫസ്റ്റ് സീരിയൽ നമ്പർ ഇട്ടു. പിന്നെ 414 ഇപ്പം എത്രയാണോ ആ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സോയിൽ ഉള്ളത്, അത്രയും ടൈപ്പ് ഓഫ് സോയിലിന് ഒരു എർത്ത് വർക്ക് എക്സ്കവേഷൻ ഒരു ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക. ഈ നെക്സ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് സോയിലിന് ഉള്ള നെക്സ്റ്റ് തന്നെ ആയിട്ട് നമ്മൾ ഓരോന്നും ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ചെയ്യണം. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എർത്ത് വർക്ക് എക്സ്കവേഷനിൽ ഫോർ എവരി 1.5 മീറ്റർ ഡെപ്ത് സെപ്പറേറ്റ് മെഷർമെൻറ്റ് ഷുഡ് ആഡ്. അതായത് ആദ്യത്തെ 1.5 മീറ്റർ ഡെപ്തിൽ
നമ്മളൊരു എർത്ത് വർക്ക് എക്സ്കവേഷനിൽ നമ്മൾ എഴുതി. ഇനി നെക്സ്റ്റ് 1.5 ഡെപ്തിലുള്ള എർത്ത് വർക്ക് എക്സ്കവേഷൻ എന്ന് പറയുന്നത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതണം. അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എർത്ത് വർക്ക് ഇൻ ഫില്ലിങ്. ഫില്ലിങ്ങിൽ യൂണിറ്റ് എന്തായാലും സെയിം തന്നെയാണ്, മീറ്റർ ക്യൂബാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് മെഷർമെൻറ്റ് ഓഫ് കോൺക്രീറ്റ് വർക്ക്. കോൺക്രീറ്റ് വർക്ക് തന്നെ നമ്മൾ പല പ്ലേസസിൽ യൂസ് ചെയ്യുന്ന കോൺക്രീറ്റ് ഉണ്ടാവും, പല ടൈപ്പ്. അത് ചിലപ്പോൾ RCC ആവും, PCC ആവും. ഇപ്പം ഓരോന്നിനും സെപ്പറേറ്റ് യൂണിറ്റ് തന്നെ ഉണ്ട്. മെഷർമെൻറ്റ് യൂണിറ്റ് ഓഫ് കോൺക്രീറ്റ് വർക്ക് എന്ന് പറയുന്നത് ഫൗണ്ടേഷനിലെ കോൺക്രീറ്റ് ആണ് മീറ്റർ ക്യൂബ്. പിന്നെ PCC, പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റിൻ്റെ മീറ്റർ ക്യൂബാണ്.